അപ്പോൾ പ്രകൃതി സഭയെ ധൃതരാഷ്ട്രയുടെ സമ്മതത്തിന് മുമ്പ് തന്നെ പ്രകൃതി സഭയിലെ പൗരപ്രമുഖന്മാരായ ആളുകളെല്ലാം ധനം കൊടുത്ത് സംതൃപ്തരാക്കി. ബ്രാഹ്മണരെ സംതൃപ്തരാക്കി, മന്ത്രിമാരെ സംതൃപ്തരാക്കി. അങ്ങനെ എല്ലാവരെയും എതിര് വന്നേക്കാം, അറിഞ്ഞാൽ എതിർക്കാം എന്നുള്ളവരെല്ലാം സംതൃപ്തനാക്കി. ഗ്രൗണ്ട് അദ്ദേഹത്തിന് അനുകൂലമാക്കി. ഭരണയന്ത്രത്തെ തൻ്റെ ഈ ദുഷ്പ്രവൃത്തിക്ക് അനുകൂലമാക്കി മാറ്റിയ വിപരീത രാഷ്ട്രീയത്തിൻ്റെ ശുക്രാചാര്യൻ കൂടി ആയിരുന്നു ആര്? ദുര്യോധനൻ. അതാണ് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ആരാധന തോന്നുന്നത്. ഭീഷ്മർക്ക് പോലും ഉണ്ട് ഒരു ചാഞ്ചല്യം. 2 കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം മഹാബുദ്ധിമാൻ. ആര്? ദുര്യോധനൻ. അതിനേക്കാൾ ദുസ്സഹമായ സംഗതി പറഞ്ഞനുസരിക്കില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. എന്താണ്? ഇനി അറിയാൻ എന്തെങ്കിലും ലോകത്തിലുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ശ്രീകൃഷ്ണൻ കാണിച്ചതൊരു വിശ്വരൂപം കാണിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ ആളാണ്. അവനെന്തെങ്കിലും അറിവില്ലായ്മ ഉണ്ടെന്ന് വിശ്വസിക്കുമോ? എനിക്ക് അറിവില്ലായ്മ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നിവൃത്തിയില്ല. എനിക്ക് ആർക്കും എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ സാധ്യമല്ല. അതാണ് ആസുരത്വത്തിൻ്റെ പൂർണ്ണത. അങ്ങനെ വരുമ്പോഴാണ് ഇനി ഞാൻ പഠിക്കാനൊന്നുമില്ല. ഞാൻ ഈ സംഘടനാ നേതാക്കന്മാരുമൊക്കെ ബാധിക്കുന്ന ഒരു കുഴപ്പമാണിത്. എൻ്റെ സംഘടനയെ അംഗീകരിക്കുകയും ഞാൻ പറയുന്നത് പോലെ കേൾക്കുകയും ചെയ്താൽ ലോകത്തിലെ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ സംഘടന ചേർന്നില്ല, പിന്നെ എങ്ങനെ ലോകം നന്നാവണത്? ബുദ്ധനുണ്ടായിരുന്ന ഈ വിചാരം. ബുദ്ധൻ്റെ ഉപദേശങ്ങളെല്ലാം അതേപോലെ തന്നെ പാലിക്കപ്പെടുകയാണെങ്കിൽ ലോകം നന്നായി പോകും എന്ന് അദ്ദേഹം തിരിച്ചിരുന്നു. എന്നതാണ് ഉപദേശം? അഹിംസ പാലിക്കണം എന്നുള്ളതാണ്. അഹിംസ പാലിച്ചുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലേ? അപ്പോൾ അസാധ്യമായ ഒരു കാര്യം പറഞ്ഞിട്ട് സംഘടന ഉണ്ടാക്കുക. അസാധ്യമായ കാര്യത്തിൻ്റെ പേരിൽ നാട് നീളെ അദ്ദേഹം സംഘടനകൾ ഉണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിനുള്ള മഹത്വം എന്താണ്? അതിൽ അദ്ദേഹത്തിന് സ്വാർത്ഥതയൊന്നുമില്ല. ഉണ്ടായിരുന്നൊരു ചെറിയ പഞ്ചായത്ത് അദ്ദേഹം ഉപേക്ഷിച്ചിട്ടാണ്, കപിലവാസ്തു ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ ത്യാഗിയാണ്. പക്ഷേ സംഘടനാപരമായ സംഗതിയിൽ സംഘം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സംഘടന കൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറയുന്ന ബോധക്കേടാണത്. സംഘടന കൊണ്ട് ഏതെങ്കിലും ഒരു മുഖ്യ കാര്യം പരിഹരിക്കാമെന്നുള്ളതല്ലാതെ പിന്നെ ആ സംഘടന സമൂഹത്തിന് പ്രശ്നമായിട്ട് അവശേഷിക്കും. ആ മുഖ്യ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ആ സംഘടന പിരിച്ചുവിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? ആ സംഘടന ജനങ്ങൾക്ക് പ്രശ്നമായിട്ട് അവസാനിക്കും. അതുകൊണ്ടാണ് കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് വിവരമുണ്ടായിരുന്ന, ബോധമുണ്ടായിരുന്ന, സാധാരണ നിലയിൽ അങ്ങനെ വലിയ ഒരു പ്രതിഭാശാലിയൊന്നും അല്ലെങ്കിലും അസാധാരണ നിമിഷങ്ങളിൽ ലോകവിജ്ഞാനത്തിൻ്റെ നാരായവരിൽ ചെന്ന് മനസ്സ് മുട്ടിയിരുന്ന ആളായിരുന്നു ഗാന്ധിജി.